ഞായറാഴ്ച രാത്രി ഉണ്ടായ ട്രംപിന് നേരെയുള്ള വധശ്രമം. ഇത് മൂന്നാമത്തെ തവണയാണ് ഇങ്ങനെയൊരു അറ്റംപ്റ്റ് ട്രംപിന് നേരെ ഉണ്ടാകുന്നത്. ആരാണ് ഇതിന് പിന്നിൽ? ഇതിലെന്താണ് വൈറ്റ് ഹൗസ് മറച്ചു വയ്ക്കുന്നത്? അമേരിക്കൻ സീക്രട്ട് ഏജൻസികൾക്കൊക്കെ എന്തെങ്കിലും ഈ വിഷയത്തിൽ മറച്ചു വയ്ക്കാനുണ്ടോ? തുടങ്ങിയ രീതിയിൽ ചർച്ചകൾ നീളുകയാണ്. ഇതിൽ അമേരിക്കയിലെ ഡീപ്പ് സ്റ്റേറ്റ് തമ്മിലുള്ള ഒരു വലിയ സംഘർഷത്തിൻ്റെ കാരണം കൂടി ഇത്തരം മറച്ചുവെക്കലിനുണ്ടോ എന്നും കൂടി അന്വേഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? വാഷിംഗ്ടണിലെ പ്രസിദ്ധമായ ഹിൽട്ടൺ ഹോട്ടലിൽ അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകർക്ക് നൽകിയ അത്താഴ വിരുന്നിലേക്ക് ഇടിച്ചു കയറിയ കോളി അലൻ എന്ന 31 വയസ്സുകാരനായ കമ്പ്യൂട്ടർ എഞ്ചിനീയർ, അദ്ദേഹം അധ്യാപകനും കൂടിയാണ്. വലിയ ഒരു ഉജ്ജ്വലമായ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് റെക്കോർഡുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് കോളി അലൻ. അദ്ദേഹമാണ് ട്രംപിനെതിരെ വധശ്രമം നടത്തിയത്. ഈ ഏറ്റവും ഒടുവിലത്തെ യൂതം പറഞ്ഞതുപോലെ തന്നെ ഇത് മൂന്നാമത്തെ ശ്രമമാണ് ഡൊണാൾഡ് ട്രംപിനെതിരെ. 2024 ഒരു റാലിയിൽ വെച്ച്, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു റാലിയിൽ വെച്ച് ട്രംപ് തലനാരിഴയ്ക്കാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അയാളുടെ വലത് ചെവി ഉരസിക്കൊണ്ട് ഒരു ബുള്ളറ്റ് പോയി. ആ ബുള്ളറ്റിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അന്ന് റയാൻ വെസ്ലി റൗത്ത് എന്ന കൊലയാളി, പക്ഷേ അയാളെക്കുറിച്ച് വലിയ കൂടുതലൊന്നും ചോദ്യം ചെയ്യാനൊന്നും അമേരിക്കൻ സീക്രട്ട് സർവീസസിന് പറ്റിയില്ല. കാരണം അവിടെ വെച്ച് തന്നെ കൗണ്ടർ അറ്റാക്കിൽ അയാൾ കൊല്ലപ്പെടുകയായിരുന്നു. അത് 2025 തന്നെയാണ്. ഇനി അതിനുശേഷം ട്രംപ് ഒരു പെൻസിൽവേനിയയിലെ അദ്ദേഹത്തിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു ഗോൾഫ് കോഴ്സിൽ വെച്ച് ഗോൾഫ് കളിക്കുന്നതിനിടയ്ക്ക് അവിടെ അതിക്രമിച്ച് കയറിയ ഒളിച്ചിരുന്ന ഒരാളിനെ അമേരിക്കയുടെ സീക്രട്ട് സർവീസ് കണ്ടെത്തി അയാളെ അറസ്റ്റ് ചെയ്തു. കാരണം അയാളുടെ റൈഫിളിൻ്റെ ഒരു ഭാഗം പുറത്തേക്ക് മുഴച്ചു നിന്നത് അവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്ന അവിടെ നിന്ന ചെടികൾക്കിടയിൽ നിൽക്കുകയായിരുന്നെങ്കിലും റൈഫിളിൻ്റെ ഒരു ഭാഗം പുറത്തു കണ്ടു. അങ്ങനെയാണ് പെട്ടെന്ന് സെക്യൂരിറ്റി ഏജൻസികൾ അയാളെ പിടിക്കുന്നത്. അയാളുടെ പേര് തോമസ് മാത്യു ക്രൂക്സ് ആണ്. അപ്പം ഇങ്ങനെ 3 അറ്റംപ്റ്റ് അദ്ദേഹത്തിന് നേരെ നടന്നു. ഈ ആദ്യത്തെ വ്യക്തി കൊല്ലപ്പെട്ടു. രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്രമികളെ ജീവനോടെ പിടിക്കാനായിട്ട് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ പറയുന്നത് ഇത് ഒരു ലോൺ വുൾഫ് അറ്റാക്ക് ആണെന്നും ഭരണകൂടത്തിനെതിരായിട്ടുള്ള ചില പ്രതിഷേധത്തിന്റെ കാരണമായിട്ട് കൊല്ലാനായിട്ട് ഒരു തോക്കും വാങ്ങിച്ചെങ്കിൽ രാവിലെ ചായയും കുടിച്ചെങ്കിൽ ഇറങ്ങിയതാണെന്നും ഒക്കെയാണ്. അത് കേൾക്കുമ്പോൾ സാധാരണഗതിയിൽ ഇന്ത്യക്കാരായ നമുക്ക് അത് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ട്രംപിന്റെ റാലികൾ ഉൾപ്പെടെയുള്ള സ്ഥലം വലിയ ഹൈ സെക്യൂരിറ്റി സോണുകളാണ്. അവിടെ പരിസരത്തുള്ള ബിൽഡിങ്ങുകളുടെ മുകളിൽ പോലും തീർച്ചയായിട്ടും ഡ്രോണുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്നൈപ്പേഴ്സിന്റെ സാന്നിധ്യം ഇതെല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ ഇതിനകത്തിൽ പഴുതുകൾ കണ്ടെത്തിയ ഒരു അക്രമി അല്ലെങ്കിൽ ഒരു കൊലയാളി അതിനുള്ളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പല ലെവലുകളിലുള്ള പല തലത്തിലുള്ള സഹായം അവർക്ക് ലഭിച്ചിട്ടുണ്ടാകണം. പക്ഷേ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടാകണം. അല്ലാതെ വെറുതെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ സർക്കാരിനെതിരെയും ഇപ്പം ഏറ്റവും ഒടുവിലത്തെ കേസിലും ഈ കോളി അലനെ അറസ്റ്റ് ചെയ്യുമ്പോൾ സർക്കാർ പറയുന്നത് കോളി അലനെ ട്രംപിനെയും ഉന്നത ഉദ്യോഗസ്ഥരെയും കൊല്ലണം, ഇതാണ് മോട്ടീവ്. അതെന്തോ മോട്ടീവാ? വെടിവെക്കുന്നത് പിന്നെ കൊല്ലാനല്ല. മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ് ട്രംപിനെതിരെയും ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും കൃത്യമായിട്ട് തിരിയാൻ ഇയാളെ പ്രേരിപ്പിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് ഒരു പ്രതികരണവുമില്ല. അനൗദ്യോഗികമായിട്ട് ചില പ്രതികരണങ്ങൾ വന്നു. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമാണ്, അതല്ലെങ്കിൽ LGBTQ ആൾക്കാർക്കെതിരെ ട്രംപ് സ്വീകരിക്കുന്ന നിലപാടുകളാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതെന്നൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ മോട്ടീവിനെ കുറിച്ച് പുറത്തു പറഞ്ഞ അമേരിക്കയുടെ അറ്റോർണി ജനറൽ ടോഡി ബ്ലാഞ്ച് പറയുന്നത് ഉന്നത അധികാരത്തിലിരിക്കുന്നവരെ കൊല്ലണം എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമെന്നാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇവിടെ അമേരിക്ക എന്തൊക്കെയോ മറച്ചു വെക്കുന്നു. ഇത്ര വലിയൊരു സീരിയസ് ആയ ഇഷ്യൂ നടന്നിട്ട് അമേരിക്കയ്ക്ക് ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന. ഇതിനിടയ്ക്ക് വലിയൊരു തമാശയുണ്ട്. ട്രംപ് പറയുന്നത് ഇയാളൊരു ക്രിസ്ത്യാനികളെ എതിർക്കുന്ന ആളാണെന്നാണ്.
ഒരു ക്രിസ്തുമത വിരോധിയാണെന്നാണ്. അത് അദ്ദേഹം പറയുന്നത് വൺ തിങ് ഫോർ ഷുവർ ഹി ഹേറ്റ്സ് ക്രിസ്ത്യൻസ് എന്നാണ്. ഹി ഈസ് മോട്ടിവേറ്റഡ് ബൈ റിലീജിയസ് ഹാട്രഡ് എന്ന് വേറൊരു വാചകം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ട്രംപ് ഒരു വർഗീയ പ്രശ്നമാക്കി വഴിതിരിച്ചു വിട്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനാണോ ശ്രമിക്കുന്നതെന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മറ്റാരും അത് പറയുന്നില്ല. ഇത് എന്തർത്ഥത്തിലാണ്? ഇയാളും ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ആളല്ലേ. ഈ ട്രംപിനെ ആക്രമിക്കാൻ ശ്രമിച്ചവരൊക്കെ തന്നെ യഥാർത്ഥ വെള്ളക്കാരാണ്, അല്ലാതെ പിന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്ന ആൾക്കാരോ ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിയവരോ. പോട്ടെ, ഇന്ത്യക്കാരങ്ങനെ അവിടെ പോയിട്ട് ആരെയും ആക്രമിക്കാറില്ല. പക്ഷെ ഇന്ത്യക്കാരോ പിന്നെ ഇതിനിടയ്ക്ക് അവിടെ ഒരു ഭീകരാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാകിസ്ഥാനി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഈ ട്രംപിനെതിരെ നടന്ന എല്ലാ അതിക്രമങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്നത് അമേരിക്കക്കാരായ കോക്കേഷ്യൻ എന്ന് പറയുന്ന പിന്നെ ജനറ്റിക് ഇതുള്ള ഒരു പാരമ്പര്യമുള്ള വെള്ളക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ? അപ്പോഴാണ് ന്യായമായ ഒരു സംശയം ഉയരുന്നത്. അതായത് ഈ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന, നമ്മളൊക്കെ പലപ്പോഴും പറയും എന്താ ഡീപ് സ്റ്റേറ്റ്? അവിടെ സർക്കാർ വരും മാറും പോവും, പുതിയ ആൾ വരും ഒക്കെ ചെയ്യും. പക്ഷെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ പിന്നെ സെക്യൂരിറ്റി ഏജൻസീസ്, അവിടുത്തെ വലിയ ബിസിനസ്സുകാർ, അവിടുത്തെ രാഷ്ട്രീയ കുടുംബങ്ങൾ, ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ കെന്നഡി കുടുംബം, അങ്ങനെയൊക്കെയുള്ള പിന്നെ കുടുംബങ്ങളുണ്ട്. അവർ വലിയ പവർഫുള്ളാണ്. ഇപ്പോൾ പണക്കാരെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ റോക്ക്ഫെല്ലർ കുടുംബം, റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ഒക്കെ ഉള്ള റോക്ക്ഫെല്ലർ കുടുംബം, അല്ലെങ്കിൽ അതേപോലുള്ള വലിയ ധനിക കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾ അങ്ങനെയുള്ളവരാണോ? അതോ പിന്നെ ഇവരുടെയൊക്കെ ഇടയിൽ ചില കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോഴുണ്ടാകും. അപ്പൊ ഈ അഭിപ്രായ വ്യത്യാസങ്ങളാണോ ഇത്തരം അതിക്രമങ്ങളിലേക്ക് നയിക്കുന്നതെന്നൊരു ന്യായമായ സംശയമുണ്ട്. പലപ്പോഴും കള്ളക്കഥകൾ പ്രചരിപ്പിക്കും. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ചില ഇപ്പൊ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ വേറൊരു കഥയുമായിട്ട് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ കോളി അലൻ എന്ന് പറയുന്ന ആള് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസിന്റെ ഒരു ഷർട്ട്, അവരുപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ഷർട്ട് ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ അയാൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് അത് നീക്കം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വാർത്തയും പ്രചരിക്കുന്നു. അത് ഇന്ത്യയിലെ പത്രങ്ങളിലാണ് കൂടുതൽ വന്നിട്ടുള്ളത്. ടൈംസ് ഓഫ് ഇന്ത്യയിലും ഒക്കെ അത് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഇതിനിടയ്ക്ക് പുറത്തിറങ്ങുന്നു. പക്ഷേ നിശ്ചയമായിട്ടും അമേരിക്ക എന്തോ മറച്ചു വെക്കുന്നു. ഇപ്പൊ ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ ആ അതിക്രമത്തിലേക്ക് നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ, ഹിൽട്ടൺ ഹോട്ടൽ എന്ന് പറയുന്നത് വാഷിങ്ടണിലെ ഏറ്റവും അറിയപ്പെടുന്ന പഴയ കാലം തൊട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലാണ്. ആ ഹോട്ടലിൽ അന്നത്തെ ദിവസം താമസിക്കുന്നവരുടെ ലിസ്റ്റ് ഒന്നും FBI എടുത്തിട്ടിരുന്നില്ല എന്നാണ് പറയുന്നത്. അതൊരു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിന് കാരണമായിട്ട് പറയുന്നത് നിയമപരമായിട്ട് ഒരാളുടെ അമേരിക്കയുടെ നിയമം അനുസരിച്ച് ഒരാളുടെ ആന്റിസിഡൻസ്, അയാളുടെ പൂർവ്വകാലം അല്ലെങ്കിൽ അയാളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പരിശോധിക്കണമെങ്കിൽ അയാൾ എന്തെങ്കിലും അതിക്രമത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നു എന്നുള്ള ന്യായമായ ഒരു സംശയം, അല്ലെങ്കിൽ അങ്ങനെ തെളിയിക്കാൻ പറ്റണം, എങ്കിൽ മാത്രമേ അയാളുടെ വിശദാംശങ്ങളിലേക്ക് പോകാൻ പറ്റൂ എന്നുള്ളതാണ്. പക്ഷേ അത് പറയുമ്പോഴും ഇപ്പം ട്രംപിനെ പോലെ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് VVIP ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അങ്ങനെ ഒരാള് അവിടെ ഉള്ളപ്പം ട്രംപിനെ പിന്നെ ആ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എന്തുകൊണ്ട് എടുത്തില്ല? അവരുടെ പൂർവ്വചരിത്രം, ഇപ്പം 500 പേര് താമസിക്കുന്ന ഹോട്ടലിൽ താമസിക്കുന്നു എന്നിരിക്കട്ടെ, ഈ 500 പേരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉൾപ്പെടെ മിനിറ്റുകൾക്കുള്ളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് പരിശോധിക്കാം. അതുപോലെ തന്നെ വീണ്ടും മറ്റൊരു സംശയം, ഈ മാഗ്നറ്റോമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണത്തിലൂടെ കടന്നു പോയിട്ട് വേണം സാധാരണ എല്ലാവരും അകത്തേക്ക്. ഇത് ബോൾ റൂമിൽ വെച്ചാണ്, ഹോട്ടലിലെ ബോൾ റൂമിൽ വെച്ചാണ് ഈ ഡിന്നറും അതുപോലെ തന്നെ ഇന്ററാക്ഷനും ഒക്കെ നടക്കുന്നത്. പക്ഷെ അവിടെ ഈ വ്യക്തി ബോൾ റൂമിലേക്ക് പ്രവേശിച്ചില്ല. അതിന് തൊട്ടു മുമ്പുള്ള കോറിഡോർ ഇടനാഴിയിൽ വെച്ചിട്ട് തന്നെ അയാളെ കീഴ്പ്പെടുത്തിയെന്നാണ് വാർത്തകൾ പറയുന്നത്. പക്ഷേ അവിടെ വരെ അയാൾ എങ്ങനെ എത്തി എന്ന് ചോദിക്കുമ്പോൾ അതിന് ചില ന്യായം പറയുന്ന അയാൾ നേരത്തെ തന്നെ ഹോട്ടലിൽ വന്ന് റൂം എടുത്തിരുന്നു, അങ്ങനെ റൂം എടുത്തത് കൊണ്ട് അയാൾക്ക് ഹോട്ടലിലൂടെ കടന്നു പോകാൻ പിന്നെ ബുദ്ധിമുട്ടില്ലായിരുന്നു എന്നാണ്. പക്ഷെ വീണ്ടും അവിടെ ഒരു ചോദ്യമുണ്ട്. അവിടെ ഈ മദ്യക്കുപ്പികളുടെ ഒഴിഞ്ഞ കാർട്ടനുകൾ സൂക്ഷിച്ച സ്ഥലത്ത് പോയിട്ടാണ് ഇയാള് വസ്ത്രം മാറിയതെന്ന് പറയും. അവിടെയൊന്നും CCTV ക്യാമറകളില്ലേ? അവിടെ ഒന്നും എന്തുകൊണ്ട് പിന്നെ സെക്യൂരിറ്റി ഏജൻസീസ് സാധാരണ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത്, ഇപ്പം നമ്മുടെ നാട്ടിലെ സാധാ കേരള പോലീസ് ആണെങ്കിൽ പോലും അവരൊന്ന് ചെക്ക് ചെയ്യും. കാരണം അവിടെ ഒന്നുമില്ലെങ്കിൽ വല്ല പാമ്പോ
വല്ല ക്ഷുദ്രജീവികളോ വല്ല ഒളിച്ചിരുന്നാൽ അത് മതിയല്ലോ, ഒരു വലിയ പരിപാടിക്കിടയിലേക്ക് ഒരു പാമ്പ് കയറി ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഉം. ഇതൊക്കെ സാധാരണഗതിയിൽ ലോകത്തിലെ ഏത് സെക്യൂരിറ്റി ഏജൻസികളും ചെയ്യുന്ന പ്രാഥമികമായ പരിശോധനകളാണ്. ഈ പരിശോധനകളൊന്നും അമേരിക്കയിലെ FBI-ക്കും സ്പെഷ്യൽ എന്താണ് സെക്യൂരിറ്റി സർവീസിനും ഒന്നും അറിയില്ല എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിലെന്തൊക്കെയോ സംശയങ്ങൾ ബാക്കി നിൽക്കും. ഈ ഒന്നല്ല, ഒരു വർഷത്തിൽ 2 അറ്റംപ്റ്റ് ഉണ്ടായി. ഈ 2 അറ്റംപ്റ്റ് ഉണ്ടായിട്ടും ഫുൾ പ്രൂഫ് സെക്യൂരിറ്റി. കാരണം ഞാൻ ഈ വാർത്ത ഇന്നലെ ഫോക്സ് ന്യൂസിലൂടെ കേൾക്കുമ്പോൾ, ഫോക്സ് ന്യൂസിന്റെ ലേഖനം അവിടെ ഉണ്ട്. അപ്പൊ അയാൾ പറയുന്നുണ്ട് അവിടെ വലിയ ചെക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. എന്റെ ID കാർഡ് ചോദിച്ചു. ഒരു 5 മീറ്റർ അകലെയാണ് സെക്യൂരിറ്റി ചെക്ക് പോയിന്റിലെ ആള് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാർഡ് ഇങ്ങനെ കാണിച്ചു, പോ എന്നൊക്കെ ഉള്ള പൊക്കോ എന്നുള്ള രീതിയിൽ അയാള് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഈ ഇത്രയധികം ഭീഷണികൾക്ക് വിധേയനായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ പരിപാടിയിൽ ആരെങ്കിലും മനഃപൂർവ്വം സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടാക്കിയതാണ്? അവിടെ നിന്നിരുന്ന മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും ബന്ധങ്ങളും, സാധാരണ ഇന്ത്യയിലാണെങ്കിൽ ഉടനെ തന്നെ ആ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും കോൾഡ് റെക്കോർഡ് ഡീറ്റെയിൽസ് പരിശോധിക്കേണ്ടതാണ്. അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉൾപ്പെടെ ഉള്ളത് പരിശോധിച്ചിട്ട് അവരുടെ സുഹൃത്തുക്കൾ ആരാണ് എന്ന് പരിശോധിക്കേണ്ടതാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത, ഈ അക്രമി കൊല്ലാൻ മാത്രമല്ല രക്ഷപ്പെടാനും കൂടി ഉദ്ദേശിച്ചാണ് വന്നത്. കാരണം അയാൾ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ധരിച്ചിരുന്നു. അക്രമിക്ക് നേരെ ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ സീക്രട്ട് സർവീസ് വെടിവെച്ചിരുന്നു. അയാളുടെ നെഞ്ചത്ത് വെടി കൊള്ളുകയും ചെയ്തു. പക്ഷേ ഈ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ധരിച്ചിരുന്നത് കൊണ്ട് അയാൾക്ക് പരിക്കേൽക്കാതെ അയാൾ രക്ഷപ്പെട്ടു. അതും കാണിക്കുന്നത് അക്രമിയുടെ കയ്യിൽ തോക്കുകൾ, അത് മാത്രമല്ല ആ ഗണ്ണ് റൈഫിൾ ആയിരുന്നു. അതിന്റെ കുഴല് ഊരി വെച്ചിരിക്കുകയായിരുന്നു. ആ കുഴല് തോക്കിലോട്ട് ഘടിപ്പിച്ചതുമൊക്കെ ഈ പറഞ്ഞ കാർട്ടനുകൾ കിടന്ന സ്ഥലത്ത് വെച്ചാണ്. അപ്പൊ അതിനൊക്കെ കുറച്ച് കുറച്ച് മിനിറ്റുകൾ എടുത്തിട്ടുണ്ട്. അയാൾ പെട്ടെന്ന് ഓടിക്കേറി വരികയാണ്. അതായത് ഈ മാഗ്നറ്റോമീറ്റർ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ആ പരിശോധനയ്ക്ക് വിധേയനാകാതെ പെട്ടെന്ന് അതുവഴി ചാടി ഓടിക്കേറി വന്നിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് അകത്തേക്ക് കയറി വെടിവെക്കാനായിരുന്നിരിക്കണം. അയാൾ 50 അടി വരെ അടുത്തെത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. 50 അടി എന്ന് പറഞ്ഞാല് കേവലം 30 മീറ്റർ പോലും ഇല്ല. ഇപ്പൊ ഒരു നല്ല തോക്കിൽ നിന്നും കൃത്യമായിട്ട് 100 മീറ്റർ വരെ വെടിവെക്കാം. നല്ല ഒരു ഇപ്പൊ AK-47 അല്ലെങ്കിൽ എന്താണ് M16 പോലുള്ള തോക്കുകൾ 200 മീറ്ററിലൊക്കെ കൃത്യമായിട്ട് ഒരു ശത്രുവിനെ വെടിവെച്ച് വീഴ്ത്താൻ പറ്റും. നമുക്കിപ്പം സ്നൈപ്പർ റൈഫിളൊന്നും വേണമെന്നില്ല. അങ്ങനെയുള്ള സമയത്ത് ഈ വളരെ വളരെ എല്ലാ തരത്തിലും ഇത് തോക്കുകൾ കൂടാതെ അയാളുടെ കയ്യിൽ കത്തിയും ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം തോക്കുകൾ ഏതെങ്കിലും കാരണവശാൽ ഉപയോഗിക്കാൻ പറ്റിയില്ല എങ്കിൽ, അല്ലെ അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് എതിരാളിയെ കൊല്ലണം എന്നുണ്ടായിരുന്നു. അത്ര വലിയ തയ്യാറെടുപ്പാണ്. പിന്നെ ഈ വ്യക്തിയെ കൂടെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ചർച്ച അവസാനിപ്പിക്കാൻ സമയം കഴിഞ്ഞിരിക്കുകയാണ്. വ്യക്തി ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. അയാൾ കാൽടെക് കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അമേരിക്കയിലെ ഐവി ലീഗ് എന്ന് പറയുന്ന ഏറ്റവും പ്രഗത്ഭമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇപ്പം MIT അല്ലെങ്കിൽ ബെർക്കിലി, UC ബെർക്കിലി, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബെർക്കിലി എന്നൊക്കെ പറയുന്ന, അതുപോലെ കാൽടെക് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ കോളേജിൽ നിന്നും ബാച്ചിലർ ഓഫ് സയൻസ് BSc എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. പിന്നീട് അദ്ദേഹം MS കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ MS എടുത്തു, മാസ്റ്റർ ഓഫ് സയൻസ്, അതിൽ എഞ്ചിനീയറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പക്ഷെ ഒരു അക്രമ വാസന ഉണ്ടെന്ന് തോന്നുന്നു. നിരന്തരമായിട്ട് പുള്ളി ഗെയിമുകൾ സൃഷ്ടിക്കുന്നു. ആ ഗെയിമുകളിലെല്ലാം തന്നെ ഈ തോക്ക് ഉപയോഗിച്ച് വെടിവെക്കുന്ന ഗെയിമുകളാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. അയാൾ അങ്ങനെ അക്രമ വാസനയുള്ള ഒരാളായിരുന്നു. പക്ഷെ എന്നാൽ പ്രത്യക്ഷത്തിൽ യാതൊരു അക്രമ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടില്ല. ഈ ട്രംപിനെതിരെ നടക്കുന്ന ഇത്തരം ചില ആക്രമണങ്ങളിലെങ്കിലും കൃത്യമായിട്ട് യാതൊരു ഹിസ്റ്ററിയും, അതായത് അക്രമം നടത്തിയ യാതൊരു ഹിസ്റ്ററിയും ഇല്ലാത്ത ആൾക്കാരാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ഒന്നുകിൽ ഇയാളെ സൈക്കോളജിക്കലായിട്ട് ആരോ ബ്രെയിൻ വാഷ് ചെയ്ത് ഇയാളെ ട്രംപിനെ കൊല്ലാൻ വിട്ടു. ഇയാളെ ഇതിന് പിന്നിൽ ഒരു വലിയ സംഘം പ്രവർത്തിച്ചിരുന്നു. ട്രംപ് ഇപ്പൊ അത് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ആക്രമണം, അയാൾ എവിടെയാണ് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചതായിട്ടോ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് വലിയ പ്രചരണങ്ങൾ നടത്തിയതായിട്ടോ ഒന്നും നമ്മൾ വായിച്ചിട്ടില്ല. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് അയാൾ മാമോദിസ മുങ്ങിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയാമേ. കാരണം ആധുനിക അമേരിക്കയിലെ
പിന്നെ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ജനിച്ച പലരും പള്ളിയിലൊന്നും വിശ്വസിക്കുന്നില്ല. അവരൊക്കെ നാസ്തികരോ അല്ലെങ്കിൽ മറ്റ് വിശ്വാസങ്ങൾ, ഇപ്പൊ ഹിന്ദു മതത്തിൽ തന്നെ വിശ്വസിക്കുന്ന ധാരാളം പേരുണ്ട് അമേരിക്കയിൽ. ഉം. പക്ഷേ ഇയാള് ക്രിസ്തു മതവിരുദ്ധനാണ് എന്ന് പറയുന്ന ഒരു അവകാശവാദത്തിന് ട്രംപ് ന്യായീകരണമൊന്നും കണ്ടെത്തിയിട്ടില്ല, തെളിവുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ശരി, അമേരിക്ക എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങളുമായിട്ട് പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.